പണ്ട് പ്രജയിൽ ഞങ്ങൾ സാക്കിർ ഹുസൈനെ ഇട്ടുകൊടുത്തിട്ട് പോയൊരു പോക്കുണ്ട്. പിന്നെ അതേപോലെ മുണ്ടക്കൽ ശേഖരന്റെ ഡ്രൈവറായിട്ട് ഒരു വരവ് വന്നിട്ട് ലോറിക്കാരുടെ മുന്നിൽ ഇട്ടുകൊടുത്ത് പോയതാണ്. പക്ഷെ ഇപ്പോഴും ഷൺമുഖന്റെ വളയം പിടിക്കാനും കൂടെ ഉണ്ട്. അതെ, മുണ്ടക്കൽ ശേഖരന്റെ ഡ്രൈവറായിട്ട് വന്നിട്ടാണ് ഏറ്റവും വലിയ ഇത്. ഞാൻ നരസിംഹത്തിൽ അഭിനയിച്ചിട്ട് എനിക്ക് അത്ര വലിയ പോപ്പുലാരിറ്റി ഒന്നും ഉണ്ടായില്ല. മീൻസ് അങ്ങനെയല്ല, അത് ഒരുപാട് പേരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു. അതൊരു മാസ് പടമായിരുന്നു. എനിക്ക് പോപ്പുലാരിറ്റി ഇല്ലാന്നല്ല, പക്ഷെ അതിനേക്കാൾ വലിയ പോപ്പുലാരിറ്റി ഉണ്ടായത് മുണ്ടക്കൽ ശേഖരന്റെ ഡ്രൈവറായിട്ട് വന്നു, ഒരു സീനിൽ വന്ന്. ഞാനത് പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണത്. പിന്നെ അവസാനം ഞാൻ കണ്ടെത്തി, അത് ഞാൻ കൊല്ലാൻ കൊണ്ടുപോയത് ആരെയായിരുന്നു? മംഗലശ്ശേരി നീലകണ്ഠനെയായിരുന്നു. അതിൻ്റെ ഒരു വലിയ കാര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ദേഷ്യം ഉണ്ടായിരുന്നു ലാലേട്ടൻ ഫാൻസിനൊക്കെ ഭയങ്കര. ആ കാലത്തൊരു മോഹൻലാൽ ഒരു വലിയ വികാരം, മോഹൻലാൽ എല്ലാ കാലത്തും വികാരമാണ്, പക്ഷേ മോഹൻലാൽ അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന തുടർച്ചയായിട്ട് ഹിറ്റുകൾ വരുന്ന ഒരു കാലത്താണ് ഇത് ഇങ്ങനെയൊരു കാര്യം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ആ കാലത്ത്? ലാലേട്ടന് കിട്ടുന്നൊരു സ്നേഹം നമുക്ക് തരുമായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ. മംഗലശ്ശേരി നീലകണ്ഠന് ഒറ്റ കൊടുത്ത ആൾക്ക് സ്നേഹം. അതാണ് എന്നോട് അങ്ങനെ ദേഷ്യം കാണിക്കുന്ന ലാലേട്ടൻ ഫാൻസ് അതെ, ലാലേട്ടനോടുള്ള ഇഷ്ടം എന്തോ എന്നോട് സത്യത്തിൽ അങ്ങനെ ഉണ്ട് കേട്ടാ. എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കറിയില്ല, ഈ മമ്മൂക്കാടും ലാലേട്ടനോടുള്ള സ്നേഹമൊക്കെ തന്നെയായിരിക്കും നമ്മളോടുള്ള സ്നേഹം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു വലിയ മാജിക്കൊന്നും ഈ സിനിമയിൽ കാണിച്ചിട്ടില്ല. പക്ഷെ അവരുടെ കൂടെയൊക്കെ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെയൊക്കെ ആയിട്ട് കുറേ കാലങ്ങളായിട്ട് സിനിമയിൽ ഉണ്ടോ എന്നുള്ളത് തോന്നുന്നുണ്ട്. ഈ രണ്ടുപേരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, രണ്ടുപേരുടെ കൂടെ നിരന്തരം ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷേ ഇർഷാദ് അലി എന്ന് പറയുന്ന നടനെ തുടക്കം മുതലൊക്കെ കേൾക്കുന്നൊരു ഇത് എൻ്റെ ഒരു ഓർമ്മചിത്രത്തിൽ നിന്നും കൂടെ പറയാണ്. മിനി സ്ക്രീനിലെ മമ്മൂട്ടി എന്നുള്ളൊരു വിളിപ്പേരുണ്ടായിരുന്നു. അല്ല, ഞാൻ കളിയാക്കി പറഞ്ഞതല്ല, അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ശബ്ദം കൊണ്ടാണെന്ന് തോന്നുന്നു, അങ്ങനെ ആളുകൾ പറയാറുണ്ടായിരുന്നില്ല. അങ്ങനെ പാവങ്ങളുടെ മമ്മൂട്ടി പറയാറുണ്ട്. അല്ലെങ്കിൽ ആൻഡ്രൂ ജോസഫ് പണ്ട് പറയാറുണ്ട്, മമ്മൂക്കാരുടെ ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ അവാർഡ് സിനിമക്കാർ നേരെ പോകുന്നത് ഉഷാന്റെ അടുത്ത് കാണുന്നു. പാടമൊന്നൊരു വിലാപൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്തൊക്കെ. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് അത് ചോദിക്കാനാവുന്നത്, അങ്ങനെ ഏതെങ്കിലും അവസരങ്ങൾ വന്നിട്ടുണ്ട്? അങ്ങനെ വന്നു എന്ന് നമുക്ക് ധാരണ ഉണ്ടാവില്ല, പക്ഷെ അങ്ങനെ ആളുകൾ പറയാറുണ്ട്, തമാശക്കെങ്കിലും പറയാറുണ്ട്. തമാശക്ക് പറയാറുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനൊന്നും അതിനുള്ള റേഞ്ചുള്ള ഒരു ആക്ടർ അദ്ദേഹമായിട്ട് ഒരു തരത്തിലും താരതമ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ അഭിനയത്തിന്റെ സർവകലാശാലകളാണ് രണ്ടുപേരെന്ന് പറയാറുണ്ട്. രണ്ടുപേരും രണ്ട് തരത്തിൽ അഭിനയത്തിന്റെ സർവകലാശാലയാണ്. അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു ആ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ്? കുറച്ചുകൂടി കംഫർട്ട് ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ. എനിക്ക് ലാലേട്ടൻ്റെ ഒരു ക്യാരക്ടർ കൊണ്ടായിരിക്കും. നമുക്കെപ്പോഴും നമുക്കൊരു വലിയേട്ടൻ തന്നെയാണല്ലോ, ഇങ്ങനെ നിൽക്കല്ലേ. അപ്പം അതുകൊണ്ടൊരു ഭയം എപ്പോഴും മമ്മൂക്കയുടെ കൂടെ ഉണ്ട്. പക്ഷേ പുള്ളിയുടെ ഷോട്ടൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് നല്ല വർഷം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ കോബ്രദറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി രഞ്ജിത്തെ അവൻ്റെ 2 ക്ലോസ് മറ്റേ അതൊക്കെ എടുത്തിട്ട് പോകണം, അത് വേണം ടൈസിനിൽ എന്നൊക്കെ പുള്ളിക്ക് അറിയാം. പക്ഷെ നമ്മളോടൊരു പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഭയങ്കര സ്നേഹവാത്സല്യങ്ങളൊന്നും മമ്മൂക്കാരെന്ന് കിട്ടിയില്ല. എനിക്ക് ആകെ മമ്മൂക്ക എന്നെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു വേറെ സ്നേഹം കൊണ്ട് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുള്ള ഉമ്മ മരിച്ചപ്പോൾ വീട്ടിൽ വന്നുള്ളതാണ്. അതൊരു വല്ലാത്ത അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത്ര അടുപ്പമൊന്നും ഞാനും മമ്മൂക്ക തമ്മിലൊന്നും ഇല്ല. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, അദ്ദേഹം അന്നേ ദിവസം വീട്ടിൽ വന്ന് ഒരു 10 മിനിറ്റ് ഇരുന്ന്. അപ്പോൾ അതാണ്, അപ്പോൾ ആ ഒരു വലിയേട്ടനാണ്. പക്ഷേ ലാലേട്ടൻ എന്ന് പറയുന്നത് എന്തും തമാശയും കളിയും രീതിയും ഒക്കെ പറഞ്ഞ് ഏത് വളിപ്പും പറയാവുന്ന, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുള്ള മമ്മൂക്ക. പക്ഷേ നമ്മുടെ ഒന്നിങ്ങനെ ഒരു ഒരു ഭയഭക്തി ബഹുമാനത്തോടെ ചെവിയിൽ പോയിട്ട് വേണമെങ്കിലും എന്തും പറയാവുന്ന. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് പലപ്പോഴും മോഹൻലാലിന്റെ കൂടെ ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം മോഹൻലാലിന്റെ മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പരദേശിയിൽ, അച്ഛനെ നാട് കടത്താൻ പോകുന്ന മകനെ കൂടെ ആയിട്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ നരസിംഹത്തിലാണെങ്കിലും പ്രജയിലാണെങ്കിലും അങ്ങനെ ഒരു സീരീസ് ഇപ്പൊ തുടരും വരെയുള്ള സിനിമകളിൽ കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ രജപുത്ര രഞ്ജിത്തേട്ടനെ വിളിച്ചത് എനിക്കിങ്ങനെ, അപ്പോൾ ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ആലോചിക്കുമായിരുന്നു, ഞാൻ പ്രണയവർണ്ണങ്ങളിൽ അഭിനയിക്കുമ്പോൾ രഞ്ജിത്തേട്ടനായിരുന്നു അതിൻ്റെ എക്സിക്യൂട്ടീവ്. അന്ന് കൺട്രോളർ എന്ന് പറഞ്ഞ വാക്കൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ രഞ്ജിത്തേട്ടനോട് ചോദിച്ചിട്ടുണ്ട്, എനിക്കിവിടെ ഇപ്പം തുടരാൻ പറ്റുമോ രഞ്ജിത്തേട്ടാ? ഞാനത് കോളേജ് ചെയർമാനായിട്ട് അഭിനയിക്കുന്നത്, എനിക്ക് സിനിമ തന്നെയാണ് ആഗ്രഹം. ശ്രമിക്കൂ ഉഷാദേ. കാരണം അത് അന്നത്തെ പറഞ്ഞ വാചകം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒരാൾക്കും ഒരാളെയും എടുത്ത് സിനിമയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വിജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല. നിരന്തരമായി നമ്മുടെ ശ്രമങ്ങൾ അങ്ങനെ. അപ്പം നമ്മൾ ഈ 30 വർഷം എന്ന് പറയുമ്പോൾ ഫഹദ് ഫാസിലിനെ കൊണ്ടുവന്നത് ഫാസിലാണ്. ആ ലോഞ്ചിങ് അത്ര വിജയമായിരുന്നില്ല. പക്ഷെ അയാളുടെ നിരന്തരമായുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് അയാൾ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന
ഒരു വലിയ നടനായി മാറി. അപ്പോൾ നമുക്ക് ഒരാളും ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്ന് വെക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല സിനിമ എന്ന് പറയുന്നത്. ഒരാൾക്കും ഇവനെന്ന് നാളെ സൂപ്പർ സ്റ്റാർ ആക്കിയേക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതിന് പല ഘടകങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ 30 വർഷം ഇവിടെ പൂർത്തീകരിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ എളുപ്പമല്ലാത്തൊരു സംഗതിയാണ്.